2025 നടന്ന മഹാകുംഭമേള ഉത്തർപ്രദേശിൽ ആത്മീയ വിനോദസഞ്ചാരത്തിന് പുത്തൻ വഴികൾ തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള 5 പ്രധാന മതകേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ട് പുതിയ 5 ആത്മീയ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ് UP സർക്കാർ. തീർത്ഥാടകരെ സുഗമമായി എത്തിക്കുന്നതിനും മേഖലയിലെ ആത്മീയ വിനോദസഞ്ചാരത്തിന് ഊർജം നൽകുന്നതിനും ഈ ഇടനാഴികൾ സഹായകരമാകുമെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിലയിരുത്തുന്നത്. പ്രയാഗ്രാജിൽ നിന്നും വിന്ധ്യാചൽ ദേവി ഡാമിലേക്കും തുടർന്ന് കാശിയിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് 5 ആത്മീയ കവാടങ്ങളിൽ പ്രധാനം. പ്രയാഗ്രാജ്, അയോധ്യ, ഗോരഖ്പൂർ ഇടനാഴിയാണ് മറ്റൊന്ന്. ഇത് ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയും ഗോരഖ്നാഥ് പാരമ്പര്യത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. ഭക്തർക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താൻ സാധിക്കും. ലെറ്റെ ഹനുമാൻ ക്ഷേത്രം, അക്ഷയ്വട്ട്, സരസ്വതി കൂപ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് രാംലല്ലയുടെ ദർശനത്തിനായി അയോധ്യയിലേക്കും പുറപ്പെടാം. അയോധ്യയിൽ നിന്നും ഭക്തർക്ക് ഗോരഖ്പൂരിലേക്ക് പോയി ക്ഷേത്രത്തിൽ അനുഗ്രഹം നേടാം. പ്രയാഗ്രാജ്, ലക്നൌ, നൈമിഷാരണ്യ ഇടനാഴിയാണ് മറ്റൊന്ന്. പ്രയാഗ്രാജിൽ നിന്നും ലക്നൌവിലൂടെ നൈമിഷാരണ്യയിലേക്ക് ഭക്തരെ കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ്. 88,000 ഋഷിമാരുടെ ധ്യാന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹിന്ദുമതത്തിലെ 88 പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നൈമിഷാരണ്യ ധാം. പ്രയാഗ്രാജ്, രാജപൂർ, ചിത്രകൂട് ഇടനാഴിയാണ് മറ്റൊന്ന്. കാമത്ഗിരി പർവ്വതം, രാംഘട്ട്, ഹനുമാൻധാര തുടങ്ങിയ പുണ്യസ്ഥലങ്ങളുള്ള ചിത്രകൂട് ഡാമിലേക്ക് ഭക്തർക്കെത്താൻ ഈ ഇടനാഴി സഹായകരമാണ്. പ്രയാഗ്രാജ്, മധുര, വൃന്ദാവൻ, ശുക്തീർത്ത് ഇടനാഴിയാണ് മറ്റൊന്ന്. ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ വഴിയുള്ള ഈ ഇടനാഴി ഭക്തർക്ക് ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ വഴി മധുര, വൃന്ദാവനിലേക്കും തുടർന്ന് മഹർഷി ശുക്രാചാര്യയുടെ ധ്യാനകേന്ദ്രം എന്നറിയപ്പെടുന്ന ശുക്തീർത്തിലേക്കുള്ള യാത്രയ്ക്കും ഗുണകരമാണ്. ഏതായാലും മഹാകുംഭമേളയിലൂടെ ഉത്തർപ്രദേശിൽ വമ്പൻ ടൂറിസം പദ്ധതികൾക്കും സാധ്യതകൾക്കുമാണ് തുടക്കമിട്ടിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.